ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് എല്ലാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആളുകളെ മനസ്സിലാക്കണം, ഇന്ത്യനെ മനസ്സിലാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, ഹായ് ഓൾ, 2025 ഒരു ബാങ്ക് എക്സാമിനേഷൻ ആണോ നിങ്ങൾ എയിം ചെയ്യുന്നത് എങ്കിൽ 2 മേജർ എക്സാമിനേഷൻസിന്റെ ഒരു കമ്പാരിസണുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ കമ്പാരിസൺ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഡൗട്ട്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കമ്പാരിസൺ ബേസ്ഡ് വീഡിയോ ചെയ്യാം എന്നൊരു കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എത്തിയത്. എസ്പെഷ്യലി ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു ഇരിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് വരാൻ പോവാണ്, ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും പാസ് ഔട്ട് ആവും. സോ അവർക്ക് ഈ വീഡിയോ എസ്പെഷ്യലി ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരുപാട് എക്സാമിനേഷൻസിന്റെ പേര് കേൾക്കുക. ഡിഗ്രി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം വരുന്ന ഒരു എക്സാമിനെ കുറിച്ചും ഏറ്റവും അവസാനം വരുന്ന ഒരു എക്സാമിനെ കുറിച്ചും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അതെ. ഈ എക്സാമിനേഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതൊട്ടും വേണ്ട. ഒന്ന് RRB എക്സാമും ഒന്ന് SBI എക്സാമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും ചില അനാവശ്യമായിട്ടുള്ള മിത്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം പൊളിച്ചെടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സോ സർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ആദ്യം തന്നെ SBI PO ആൻഡ് RRB PO ആണ് പറയുന്നത്. സർ, എന്താണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റീജിയണൽ റൂറൽ ബാങ്ക്. അപ്പോ ഈ ഒരു എക്സാം ആണ് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം പറഞ്ഞ കണക്കാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഒരു ജൂലൈ ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഉടനെ ഓഗസ്റ്റ് തന്നെ എക്സാം വരുന്ന ഒരു എക്സാം കൂടിയാണ് RRB എന്ന് പറഞ്ഞാൽ. ഇപ്പൊ പാസ് ഔട്ട് ആവുന്നവർക്ക് ആദ്യമേ എഴുതാൻ പോകുന്ന ഒരു എക്സാം ഏതാന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അത് കഴിഞ്ഞാൽ പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മുടെ എനിക്കൊന്നു IBPS ക്ലർക്ക് ഉണ്ട്, PO ഉണ്ട്, പിന്നെ IBPS ക്ലർക്കും PO വരും ഇതിന്റെ ഇടയ്ക്ക്. ചിലപ്പം SBI ക്ലർക്ക് വരാം. അതെ, SBI ക്ലർക്ക് വരും. ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ടുവേർഡ്സ് ഒരു എൻഡ്, ഈ ഒരു എക്സാംസിനകത്ത് സീരീസ് കഴിഞ്ഞ് ടുവേർഡ്സ് ഒരു എൻഡ് വരുന്ന ഒരു എക്സാം ആയിരിക്കും SBI PO. ഇപ്പം ഇപ്പോഴത്തെ ഒരു ആംഗിൾ നമ്മൾ പറയുകയാണെങ്കിൽ തോന്നുന്നു ഇപ്പൊ എല്ലാവരും RRB ക്ലർക്കും POയുടെയും പ്രിലിംസും മെയിൻസും കഴിഞ്ഞിരിക്കുമായിരിക്കും. പക്ഷെ ഇവരൊക്കെ ഇപ്പൊ എന്ത് എഴുതാൻ വേണ്ടി റെഡിയാണ്, SBI എഴുതാൻ വേണ്ടി റെഡിയാണ്. ഇതേപോലെ തന്നെ ആയിരിക്കും അടുത്ത വർഷവും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ഇമ്പോർട്ടന്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതും ഇനി വരാൻ പോകുന്നതും തമ്മിലൊരു കമ്പാരിസൺ കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ RRBയിലേക്ക് വരുന്ന കഴിഞ്ഞാൽ ആദ്യമേ അത് ആരാ കണ്ടക്ട് ചെയ്യുന്നത്? റീജിയണൽ റൂറൽ ബാങ്ക് ഈ ഒരു എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് IBPS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ IBPSന്റെ സെപ്പറേറ്റ് നാഷണലൈസ്ഡ് ബാങ്കിന്റെ വേറെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ചിലർക്ക് അവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് രണ്ടും ഒന്നാണോ? 11 നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണ് IBPSന്റെ. IBPS PO, IBPS ക്ലർക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ 11 നാഷണലൈസ്ഡ് ബാങ്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ലൈക്ക് ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, അങ്ങനെ കുറെ ബാങ്ക്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാല് IBPS RRB ഡിഫറെന്റ് ആണ്. ആ ഒരു എക്സാംസുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് IBPS RRB ആണ്. ഇത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് എക്സാം ആണ്. രണ്ടും സെയിം അല്ല എന്നുള്ളത് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അപ്പൊ അതിലും ക്ലർക്കും PO ഉണ്ട്, മറ്റേലും ക്ലർക്കും PO ഉണ്ട്. ആൻഡ് ഇതിന്റെ കണ്ടക്ടിങ് ഏജൻസി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് IBPS എന്ന് പറയുന്നത്. IBPS എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അത് ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തുന്ന ഒരു ബോഡിയാണ്, എക്സാം കണ്ടക്ടിങ് ബോഡിയാണ്. ആൻഡ് അടുത്തതാണ് നമ്മുടെ SBI എന്ന് പറയുന്നത്. സോ ഈ SBI PO എന്ന് പറയുമ്പോൾ ഇപ്പം സാറ് ഞാൻ ഡിസ്കസ് ചെയ്തത് PO പോസ്റ്റ് ആണ്. കാരണം PO എന്ന് പറയുമ്പോഴത്തേക്കും അതിലെല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പൊ PO എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് ക്ലർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. സോ SBI PO എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. SBI IBPS ത്രൂ അല്ല റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, അതൊരു ഇൻഡിപെൻഡന്റ് റിക്രൂട്ടിംഗ് ബോഡി ആയിട്ടാണ് നിൽക്കുന്നത്. SBI എക്സാമിനേഷൻസ് അത് PO ആകാം, ക്ലർക്ക് ആകാം, അല്ലെങ്കിൽ CBO ആകാം, അതേപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ആകാം. അവരുടെ പരീക്ഷകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് SBI തന്നെയാണ്. SBI ഒരു ഇൻഡിവിജ്വൽ കണ്ടക്ടിംഗ് ബോഡി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? ആരാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്? മിക്കവാറും ഒരു മിത്തുള്ളത് അങ്ങനല്ല. IPS നടത്തുന്നത് സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ SBI എക്സാം സെപ്പറേറ്റ് തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആൻഡ് മോസ്റ്റ്ലി LIC, അതുപോലെ NISCL, OICL ഇതുപോലുള്ള ഇൻഷുറൻസ് എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന IBPS ആണ്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ നമ്പർ ഓഫ് വേക്കൻസീസ്. പഠിച്ചു തുടങ്ങുന്ന നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു എത്ര വേക്കൻസി ഉണ്ടാവും എന്നുള്ളത്. നമ്മളെ എക്സാം ബാങ്ക് എക്സാംസ് ഒരു വർഷം എനിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 50,000 മേളിൽ എല്ലാ എക്സാംസ് കൂടി എടുക്കുമ്പോഴത്തേക്കും ഒരു വേക്കൻസി ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു എക്സാമിന് മാത്രമുള്ള വേക്കൻസിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ RRB POയിലേക്ക് വരുവാണെങ്കിൽ, ഓക്കെ, ക്ലർക്ക് അല്ല, POയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഓൾമോസ്റ്റ് ഒരു 4,000 to 5,000 റേഞ്ചിലാണ് എല്ലാ വർഷവും വേക്കൻസീസ് വരുന്നത്. ക്ലർക്ക് ആണെങ്കിൽ അതിൽ കൂടുതൽ വിളിക്കാറുണ്ട്. ഇത് PO മാത്രമാണെങ്കിൽ തന്നെ ഇത്രയും വേക്കൻസീസ് ഉണ്ട്. പക്ഷെ SBIയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരുന്ന വേക്കൻസീസ് ഫിക്സ്ഡ് ആണ്. SBI എന്ന് പറയുമ്പോഴത്തേക്കും, ആൻഡ് ഇത് രണ്ടും ഓൾ ഇന്ത്യ ബേസ്ഡ് എക്സാം എന്ന് പറയാൻ സാധിക്കും. ആൻഡ് ക്ലർക്കിൽ വരുമ്പോൾ മാത്രം അത് സ്റ്റേറ്റ് വൈസ് ആണ് നടക്കുന്നത്. RRB PO വരുമ്പോഴത്തേന് നമുക്ക് ഈ പറയുന്ന PO സ്റ്റേറ്റ് വൈസ് ആണ് നടക്കുന്നത്, ക്ലർക്കും സ്റ്റേറ്റ് വൈസ് ആണ് നടക്കുന്നത്. പക്ഷെ SBIയിലേക്ക് വരുമ്പോഴത്തേന് അത്
ക്ലർക്ക് All ആണെങ്കിൽ India. സ്റ്റേറ്റ് വൈസ് ആണ്, പക്ഷെ പിഒയിലേക്ക് വരുമ്പോൾ ഓൾ ഇന്ത്യ All India ആണ് based ആണ്. നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ആ ഒരു കാര്യം ക്ലിയർ ആയി കാണും. ആൻഡ് ഇവിടെ നമ്മുടെ കേരള ചില കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. RRBയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ കേരളം ചൂസ് ചെയ്യുമ്പോഴത്തേക്കും കേരളത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുക. അതായത് കേരള ഗ്രാമീൺ ബാങ്കിലായിരിക്കും ജോലി കിട്ടുക. ഇപ്പൊ നിങ്ങൾ ഒരു കർണാടക സ്റ്റേറ്റ് ആണ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ കർണാടക ഗ്രാമീൺ ബാങ്ക് ഉണ്ട്. പക്ഷെ അവിടെ ലാസ്റ്റ് പണി കിട്ടുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോക്കൽ ലാംഗ്വേജ് പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്തു, മെയിൻസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് LPTയിലേക്ക് കയറും. അപ്പൊ കന്നഡ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അത് നമുക്കറിയാം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ആണെങ്കിലും നമ്മൾ മലയാളമാണ് സംസാരിക്കുന്നെങ്കിലും ഓരോ റീജിയനിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ആലപ്പുഴയിലെ സ്ലാങ് അല്ല തൃശ്ശൂർ വരുന്നത്. അപ്പം അത്രയും ലോക്കലൈറ്റ് ആയിട്ടുള്ള സ്ലാങ് പോലും ഇപ്പൊ നിങ്ങൾക്ക് കന്നഡ ഒന്നും അറിയത്തില്ല, അവിടെ പോയി കന്നഡ അത്രയും ലോക്കലായിട്ടുള്ള സ്ലാങ് കേട്ട് മനസ്സിലാക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അവിടെയാണ് ഒരു ചലഞ്ച് വരുന്നത്. ഞാൻ SBIPയുടെ വേക്കൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. ഫിക്സഡ് വേക്കൻസി ആണ്. എല്ലാ വർഷവും ഒരു 2000 റേഞ്ചിലായിരിക്കും SBIPയുടെ വേക്കൻസീസ് വരുന്നുണ്ടാവുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് രണ്ടും PO പോസ്റ്റ് തന്നെയാണ്. സോ ഓൾമോസ്റ്റ് രണ്ടിന്റെയും ജോബ് എങ്ങനെ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് അവിടെ വരുമ്പോഴത്തേന് RRB എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം റീജിയണൽ റൂറൽ ബാങ്കാണ്. അപ്പൊ പോസ്റ്റിംഗ് കിട്ടാൻ പോകുന്നത് എവിടെ ആയിരിക്കും? ഒരു റൂറൽ ഏരിയയിലായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ആ റൂറൽ ആയിട്ടുള്ള ഏരിയയിലുള്ളവരാണെങ്കിൽ അവർക്ക് ആ ഒരു ബാങ്കിങ്ങിന്റെ നോളജ് വലുതായിട്ട് ഉണ്ടായിരിക്കത്തില്ല. അപ്പൊ അവരെ എന്ത് ചെയ്യണം, ആ ഒരു ലെവലിൽ ഇറങ്ങിപ്പോയി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ ഒരു RRB POയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് വരുന്നത്. പക്ഷെ അവിടെ ഒരുപാട് വർക്ക് വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു പബ്ലിക്കിനെ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു വർക്കാണ് RRB POയ്ക്ക്. ആ ക്ലർക്ക് ഡെഫിനറ്റ്ലി കാണും. പക്ഷെ ക്ലർക്ക് കൂടാതെ തന്നെ POയ്ക്കും വരുന്ന ഒരു ടാസ്ക് ആ ലെവലിൽ ആ ഒരു ഏരിയയിൽ, ആ റൂറൽ ഏരിയയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, പല കാര്യങ്ങളുണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പക്ഷെ SBIയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേ സെയിം ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആണ് അവിടെ വരെ. നമുക്ക് അറ്റ് ടൈം ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫീസർ ഇങ്ങനെയുള്ള ഒരു ഡിഫറെന്റ് നെയിംസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ പ്രൊബേഷണറി ഓഫീസറായിട്ട് നിങ്ങൾ കയറുവാണെങ്കിൽ തന്നെ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 year ഓഫ് പ്രൊബേഷൻ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവലിലേക്കാണ് വരുന്നത്. അവിടെ തന്നെ നിങ്ങൾ പല പല എന്താ പറയുക ഓഫീസർ നെയിംസ് ആയിട്ട് അങ്ങനെ പല പല ഡിവിഷൻസിലായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ആൻഡ് കൂടുതൽ നിങ്ങൾ ഈ റൂറൽ ഏരിയ തന്നെ ആയിരിക്കില്ല ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ SBI POസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രൊമോഷൻ ഗ്രോത്ത് ഒക്കെ നോക്കുമ്പോൾ റൂറൽ പോസ്റ്റിംഗ് കമ്പൽസറി ആണ്. ലൈക്ക് ഒരു 1 year ഒക്കെ അവർ വളരെ കുറച്ച് പീരീഡ് മാത്രം ഒരു റൂറൽ പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ആൻഡ് അങ്ങനെ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആൻഡ് ഏറ്റവും കൂടുതലും സിറ്റീസ് അതുപോലുള്ള സ്ഥലത്തൊക്കെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇവ നമ്മുടെ ഗോവയിൽ വരെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. പല നല്ല നല്ല സിറ്റീസിൽ കിട്ടുന്നവരുണ്ട്. ബാംഗ്ലൂർ, ചെന്നൈ കൂടുതലും അങ്ങനെ പ്ലേസ്ഡ് ആയിട്ട് കാണാൻ സാധിക്കാറുണ്ട്. RRB POയിലാണെങ്കിൽ റൂറൽ ഏരിയ ആയിരിക്കും നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന അതേ സ്റ്റേറ്റിലെ റൂറൽ ഏരിയയിലായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ കേരള ആണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, അങ്ങനെ റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവി റൂറൽ ഏരിയാസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ നോർത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സിൽ നല്ല റൂറൽ ഏരിയാസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈവൻ കർണാടകയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സിറ്റി ഏരിയാസും ഉണ്ട്, അതുപോലെ നല്ല റൂറൽ ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. സോ പോസ്റ്റിംഗ് മേ ബി എവിടെ വേണമെങ്കിലും കിട്ടാൻ സാധ്യത. കൂടുതലും കിട്ടുന്നത് എവിടെ ആയിരിക്കും? റൂറൽ ഏരിയയിലേക്കായിരിക്കും കിട്ടുന്നത്. നിങ്ങളിപ്പോ ഒരു കേരളത്തിൽ തന്നെ ജോലി ചെയ്യണം എന്നൊരു അംബീഷൻ ഉള്ള ഒരാളാണെങ്കിൽ RRB PO എഴുതാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കേരളത്തിൽ തന്നെ ആയിരിക്കും ജോലി കിട്ടുന്നത്. കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടാം, ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിഷ്യലി ചിലപ്പം കുറച്ച് ദൂരെ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ സ്റ്റേറ്റ് ഇപ്പം ഡിസ്ട്രിക്ട് ഇപ്പം ആലപ്പുഴ ആണെങ്കിൽ കാലിക്കട്ട് ആയിരിക്കും കിട്ടുക. പക്ഷേ ഇനിഷ്യലി ഒരു 1 to 3 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹോം ടൗണിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യാൻ പോകുക. അത് RRB POയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ SBI PO കമ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹോം ടൗണിലും നിൽക്കാൻ ഒരു ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസ് എല്ലാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനും ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള ആളുകളെ മനസ്സിലാക്കണം, ഇന്ത്യനെ മനസ്സിലാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക, കൂടുതൽ എക്സ്പോഷർ ആഗ്രഹിക്കുന്നുണ്ട് കരിയറിൽ, ഒരുപാട് ലേണിങ്സ്, അതുപോലെ എന്താ പറയുക വിവിധ സംസ്കാരത്തിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു ചിൽ മൈൻഡ് ഉള്ള ഒരു ഓഫീസർ ആവാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ SBI ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ആൻഡ് ഒരുപാട് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മോൾഡ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഒരു കൾച്ചറൽ ലെവലിലേക്ക് ഇന്ത്യനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് മോസ്റ്റ് പ്രിഫറബിളി ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെങ്കിലും SBI PO തന്നെ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്കത് കൂടുതലും ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ഏറ്റവും വലിയ ഫാക്ടർ
ഒരു ജോലിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ ചോദിക്കുന്നത് എത്ര കിട്ടും എന്നുള്ളതല്ല. ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം എത്ര കിട്ടുമെന്ന്. അപ്പോ RRBP വരുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ സാലറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 63,000 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സാലറി വരുന്നത് RRBP ആണെങ്കിൽ. പക്ഷെ SB ആണെങ്കിൽ മോർ ദാൻ 80,000 എന്ന് പറയേണ്ടി വരും. ഒരു 7 പേ കമ്മീഷനാണ് റണ്ണിങ് ആയിട്ട് നിൽക്കുന്നത്. ഇത് കേറി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് നമ്മളിപ്പോ പറഞ്ഞ ഈ സാലറി എന്ന് തോന്നുന്നു എനിക്ക് എല്ലാം ഒരു ബേസിസിൽ മാറാറുണ്ട്. XYZ സിറ്റീസ് അനുസരിച്ച് സാലറി വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു ഓൾമോസ്റ്റ് 80,000 എന്ന് പറഞ്ഞാലും ചില നല്ല സിറ്റീസ് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ ഓൾമോസ്റ്റ് നമുക്ക് വരുന്ന 84,000 റേഞ്ചിലാണ് സാലറി വരുന്നത്. ഡിപെൻഡിങ് അപ്പോൺ 3,000 to 5,000 വേരിയേഷൻ കാണും നമുക്ക് അവിടെ വരുന്നത്. പിന്നെ എല്ലാ അലവൻസസും ഉണ്ട്. ഈ അലവൻസസ് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള സാലറിയാണ് നമ്മളൊരു ഫൈനലൈസ്ഡ് എമൗണ്ട് സാലറി ഇപ്പൊ പറഞ്ഞതിൽ. ഹൗസ് റെന്റ് അലവൻസ് വരാറുണ്ട്, ഫർണിച്ചർ അലവൻസ് വരാറുണ്ട്, ന്യൂസ് പേപ്പർ അലവൻസ്, ടെലിഫോൺ അലവൻസ്, മെഡിക്കൽ അലവൻസ്, എല്ലാം അലവൻസുകള് മന്ത്ലി ഉള്ള അലവൻസുകളുണ്ട്. ഇത് കൂടാതെ പക്ഷെ ഇവർക്ക് ക്വാർട്ടർലിയും ആനുവലി ഹാഫ് ഇയർലി വരുന്ന അലവൻസുകളുണ്ട്. പക്ഷെ ആ അലവൻസ് എല്ലാം കൂടി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ നമ്മൾ യൂഷ്വലി മന്ത്ലി കൺസിഡർ ചെയ്യാത്തുള്ള ബാക്കിയുള്ള അലവൻസ് ലൈക്ക് വർഷത്തിലൊക്കെ ഫർണിച്ചർ വാങ്ങിക്കാനുള്ള അലവൻസ് അങ്ങനെയൊക്കെയുള്ള അലവൻസുകളുണ്ട്. ഫെസ്റ്റിവൽ സ്പെഷ്യൽ അലവൻസ് എല്ലാം കിട്ടാറുണ്ട്. അലവൻസ് എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി സാലറി ഇതും അല്ല. എസ്പെഷ്യലി ഒരു 1 lakhനടുത്തുണ്ടാവും. 12 lakhs per annum ആണ് യൂഷ്വലി പറയുന്ന സാലറി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു മന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതൊരു 1 lakh സാലറി വരും. ആൻഡ് നിങ്ങൾക്കറിയാം ഇത് വിത്ത് ടൈം കൂടിക്കൊണ്ടേ ഇരിക്കും, ഒരിക്കലും കുറയാൻ പോകുന്നില്ല ഇത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സാലറി. സാലറിയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് കരുതുന്നു. ആൻഡ് എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്? അത് SBI PO ആണെങ്കിലും RRB PO ആണെങ്കിലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേന് നമുക്ക് RRB PO ആണെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു പ്രൊമോഷൻ, ആ പ്രൊമോഷൻസ് വഴിയാണ് നമ്മൾ മേളിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ RRB എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. അങ്ങനെ ഒരുപാട് ബാങ്ക്സ് കാണത്തില്ല, വളരെ കുറച്ച് ബാങ്ക്സേ കാണത്തുള്ളൂ. അപ്പം പ്രൊമോഷൻസ് വന്ന് തന്നെയാണ് മേളിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെ ഒരുപാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ, പ്രൊമോഷൻസ് കാണും, പക്ഷെ നമുക്ക് അത് SBIയുടെ അത്രയും വരത്തില്ല എന്ന് ഡെഫിനറ്റ്ലി പറയേണ്ടി വരും. SBI എന്ന് പറയുമ്പോൾ SBIയിൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ അത് ഓവർസീസിൽ വരെ നമുക്ക് പോകാൻ പറ്റും. ഈവൻ ഒരു എബ്രോഡ് പോയിട്ട് ഇപ്പൊ UK നമുക്കറിയാം SBI ഇസ് ഓൾ ഓവർ ദി വേൾഡ്. അപ്പം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിൻ്റെ അനുസൃതമായിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ട്, അത് എഴുതി ക്ലിയർ ചെയ്താൽ മാത്രം മതി. എന്നാൽ പോലും ഇതിലേക്കൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിലേക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ആൻഡ് പ്രൊമോഷൻസിന്റെ കാര്യമാണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് പ്രൊമോഷൻസ് ആണ് SBIയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വിത്തിൻ ഒരു ലിമിറ്റഡ് ടൈം. അതുപോലെ എനിക്കൊന്ന് കുറേയൊക്കെ പെർഫോമൻസിന്റെ ബേസിസിലും പ്രൊമോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻസ് ഉണ്ട്, അതൊക്കെ പെട്ടെന്ന് തന്നെ എഴുതി ക്ലിയർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാലറി ഹൈക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട്, RBI ഈ ഒരു ഓഫീസർ ലെവലിൽ അത്രയും പാഷനേറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ആൾക്ക് SBIയുടെ ചെയർമാൻ വരെ എത്താനുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആ ലെവലിലേക്ക് എത്താൻ വേണ്ടി. ആൻഡ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാന്നുള്ള കാര്യം നോക്കാം. അത് നമ്മള് RRB വരുമ്പോഴത്തേന് നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ RRBയിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് അവിടെ വർക്ക് ലോഡ് കമ്പയർ ടു SBI കുറച്ചുകൂടി കുറവായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി അവിടെ വേറൊരു കാര്യം കൂടി വരുന്നുണ്ട്. SBIയുടെ കേസിൽ ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. ചില ഡിപ്പാർട്ട്മെന്റ്സിലാണ് ആ വർക്കിന്റെ വ്യത്യാസം വരുന്നത്. പക്ഷേ RRBയിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് വർക്ക് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ്, അവിടെ വ്യത്യാസങ്ങൾ വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഈ ഒരു RRBയിൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് എല്ലാ സ്ഥലത്തും കിട്ടുന്ന RRB ഓഫീസേഴ്സിന് എങ്ങനെയായിരിക്കും സെയിം ആയിരിക്കും എന്ന് പറയാൻ പറ്റും. പക്ഷെ SBIയിലേക്ക് വരുമ്പോഴത്തേന് നമുക്കവിടെ SBIയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയുകയാണെങ്കിൽ ലൈക്ക് RRB PO SBI PO എന്നൊക്കെ പറയുന്നത് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് സിമിലർ വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെയാണ്. പക്ഷേ ഒരു റീജിയണൽ റൂറൽ ബാങ്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ SBI എന്ന് പറയുന്ന ഒരു ബാങ്ക്, അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ അവിടെ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ കുറച്ച് കൂടുതലുണ്ടാവും. കാരണം സാലറിയിൽ തന്നെ അത് എവിഡൻ്റ് ആണ് ആ ഒരു ഡിഫറൻസ്. അതുപോലെ നിങ്ങളുടെ പ്രൊമോഷൻ, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, അതിലെല്ലാം ഒരു ഡിഫറൻസ് ഉണ്ട് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. സോ ഒബ്വിയസ്ലി അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. ഒബ്വിയസ്ലി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നിങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ പറയാറില്ല, ചില കേസിൽ സ്മാർട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആൻഡ് ഒബ്വിയസ്ലി ഇതിന് ഇത്രയും സാലറി ഉള്ളപ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് അവിടെ എന്തുകൊണ്ടും കുറച്ചൊരു എന്താ പറയുക ഡിമാൻഡിങ് ആയിരിക്കും, പക്ഷേ റിവാർഡിങ്ങും കൂടെ ആയിരിക്കും.
പിന്നെ ഡിപ്പെൻഡ് ചെയ്യും ബ്രാഞ്ച് വൈസും പ്ലേസ് വൈസ് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ വരാണ്ട്. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ചില ഡിപ്പാർട്ട്മെന്റിലാണ് അത് സാർ പറഞ്ഞ പോലെ ലോൺ അതുപോലെ നിർബന്ധമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വലിയ സിറ്റിയിലുള്ള ഏറ്റവും വലിയ SBIയുടെ എന്താ പറയുക ഹെഡ് ഓഫീസിലാണ് കിട്ടുന്നത്, ഡെഫിനറ്റ്ലി വർക്ക് ലോഡ് കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കും. പക്ഷെ അത് എപ്പോഴും നമ്മൾ അതേ ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രൊമോഷൻസ് വരും, ട്രാൻസ്ഫേഴ്സ് വരും. അപ്പോൾ വർക്ക് ലോഡ് അതേപോലെ കുറയുന്ന സമയങ്ങളും വരും, കൂടുന്ന സമയങ്ങളും വരും, ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. നേരത്തെ പോലെ ലോൺ ഓഫീസർ, ക്രെഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന പോലെ അതിലും വേരിയേഷൻസ് വരും ഉറപ്പായിട്ട്. And moving on to the exam difficulty. അപ്പോ ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും എളുപ്പമുള്ള ബാങ്ക് എക്സാം RRB, ഏറ്റവും പാടുള്ള ബാങ്ക് എക്സാം RBIയും SBIയും എന്നൊരു ആംഗിളിൽ എപ്പോഴും പറയാറുണ്ട്. RRB എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വരുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഒന്ന് എനിക്കൊന്ന് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കുറച്ചൊരു എളുപ്പമാണ് എന്നൊരു ആംഗിളിൽ എടുക്കാറുണ്ട്. എന്നിട്ട് പഠിക്കുന്ന കുറച്ച് പഠിച്ചാൽ മതി എന്നൊരു ആംഗിൾ ഉണ്ട്. പിന്നെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേന് ഈ പറഞ്ഞ POയിലേക്ക് വരുന്ന സമയത്തും ആ ഒരു സെയിം കേസ് ഉണ്ട്. പിന്നെ മെയിൻസിന് വരുമ്പോൾ ഇതെല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. ഈവൻ മെയിൻസിന് വരുമ്പോൾ എനിക്കൊന്ന് കമ്പ്യൂട്ടർ എക്സ്ട്രാ പഠിക്കുകയും വേണം. പക്ഷേ SBIക്ക് അത് പഠിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ അവിടെ ആ ഒരു എക്സാം ഡിഫിക്കൽട്ടി പറയുവാണെങ്കിൽ ഇവിടുത്തെ ലെവൽ ഓഫ് ക്വസ്റ്റൻസ് എന്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആ ഒരു സംഭവമാണ് ഇവിടെ വരുന്നത്. പക്ഷെ SBIയിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. പക്ഷെ ഇവിടെ SBI ആണ്. SBI എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിന്റെ ക്വാളിറ്റി അത്രയും നല്ലതായിരിക്കും. ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് RRBനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടിക്ക് മുമ്പിൽ നിൽക്കുന്ന പോലെ പറയാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു 2 എക്സാമിനേഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ RRB കുറച്ച് എളുപ്പമായതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് ഹയർ സൈഡിലായിരിക്കും. കട്ട് ഓഫ് മാർക്ക് കുറച്ച് കൂടുതലായിട്ടായിരിക്കും വരുന്നത്. അതേസമയം SBI POയിൽ നമുക്ക് അത്ര വലിയ ഹൈ കട്ട് ഓഫ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആക്യുറസിയോട് കൂടി നിങ്ങൾക്ക് ശരിയാണെന്ന് ഉറപ്പുണ്ട് ചെയ്തിരിക്കുന്ന അത്രയും എന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് SBI എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് ടോപ്പിക് ഫോക്കസ് ചെയ്താൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ള നമുക്ക് പഠിക്കാൻ ചിലപ്പം 60-70 ടോപ്പിക് ആണ്. പക്ഷെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ചിലപ്പം 10-15 കാണത്തുള്ളൂ. നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റ് സ്കോറിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. കട്ട് ഓഫ് സ്കോർ റീച്ച് ചെയ്യാന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമാണ് SBIയിൽ. പക്ഷെ ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊരു ഇത് സെറ്റ് ചെയ്യുക, അതായത് ചുമ്മാ കറക്കി കുത്താതെ നല്ലോണം അറിയാവുന്ന ചെയ്ത് കിട്ടിയ ആൻസർ മാത്രമേ ഞാൻ മാർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ആക്യുറസി കീപ്പ് ചെയ്ത് പോകാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വരും ഇതിൽ കട്ട് ഓഫ്സ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നമുക്കിനി ഒരു എക്സാം പാറ്റേണിലേക്ക് പോകാം. എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് രണ്ടും തമ്മിൽ വേറെ വലിയ അങ്ങനെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ അതാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി സബ്ജക്റ്റിൽ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ബട്ട് അതർവൈസ് പാറ്റേൺ സെയിം തന്നെയാണ്. ഓൺലൈനായിട്ടാണ് 2 എക്സാമിനേഷൻസും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ പ്രിലിമിനറി എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് എന്നുള്ള കാര്യം സാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ RRB ആണെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണ്ട, ഇംഗ്ലീഷ് പഠിക്കണ്ട. പക്ഷെ അത് പ്രിലിംസിന് മാത്രമാണ്, മെയിൻസിനല്ല. മെയിൻസിന് ഇംഗ്ലീഷ് ഉറപ്പായിട്ടും ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് മെയിൻസ് വരുമ്പോൾ കമ്പ്യൂട്ടർ എക്സ്ട്രാ പഠിക്കാനും ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ 80 ക്വസ്റ്റിനെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് 80 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പം എന്റെ ടൈം നിങ്ങൾക്കറിയാൻ സാധാരണ എല്ലാ എക്സാമും 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ടൈം 1 മണിക്കൂറല്ല, 80 ക്വസ്റ്റിനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം എങ്ങനെയാണ് 45 മിനിറ്റ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ഇത് കൂടാതെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് 1/4 അല്ലെങ്കിൽ 0.25 ആണ് നെഗറ്റീവ് വരുന്നത്. SBIയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് SBI PO പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം ഒരു 60 മിനിറ്റ് ആണ് പരീക്ഷ നടക്കുന്നത്. അതായത് 1 hour ഡ്യൂറേഷൻ ആണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ചോദിക്കുക, 35 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, ആൻഡ് 35 റീസണിംഗ് ആണ്. സാർ പറഞ്ഞതുപോലെ തന്നെ 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. RRBനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് വലിയ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലാണെന്നല്ല പറഞ്ഞത്. ഇപ്പം RRBക്ക് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ, അതേസമയം നമ്മൾ SBIയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലായിരിക്കും. സോ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ SBI PO എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. RRB POയിൽ ഈ വർഷമാണ് സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. ഈ വർഷം നമുക്ക് ഈ പറയുന്ന 45 മിനിറ്റ്സ് ആണ്. പക്ഷെ അതിന്റെ അകത്ത് ടൈം കൊടുത്തേക്കുന്നതും ക്വസ്റ്റ്യൻസ് സെയിം ആണെങ്കിലും ടൈമിൽ വ്യത്യാസമുണ്ട്. നമുക്കവിടെ റീസണിംഗിന് 25 മിനിറ്റും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് 20 മിനിറ്റ് ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻസ് രണ്ടിലും എത്രയുണ്ട്? 40 മിനിറ്റ്. 40 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമുക്ക് അവിടെ വരുന്നത്. 80 ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ടൈം ഡിവിഷൻ വന്നിട്ടുണ്ട്. മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ 45 മിനിറ്റ് മൊത്തത്തിൽ നിങ്ങൾ 80 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു. പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ 80 ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. ഇതങ്ങനെ കാണാൻ പറ്റില്ല. എക്സാം തുടങ്ങുമ്പോൾ ഒന്നെങ്കിൽ ആദ്യത്തെ 25 മിനിറ്റ് QAയുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. QA ചെയ്യാൻ 25 മിനിറ്റ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ റീസണിംഗിലേക്ക് കയറും. അവിടെയുള്ള 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇനി മെയിൻസിന്റെ എക്സാം പാറ്റേൺ RRB PO എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ പോലെ ആ ഒരു ഡിഫറൻസ് എന്താണ്? നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
റീസണിംഗ് ഉണ്ട്, നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇതാണ്. നമ്മുടെ പ്രിലിംസിന് എന്തില്ല, ഇംഗ്ലീഷ് ഇല്ല. പക്ഷേ ഇവിടെ മെയിൻസ് വരുമ്പോൾ എന്തുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്കറിയാം എല്ലാ ബാങ്കിങ് എക്സാമിനും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഏരിയ. ആ ഒരു ഏരിയ നമുക്ക് ഇവിടെയും അത് അതേപോലെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ഇനി ഇംഗ്ലീഷ് പോലെ തന്നെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്പ്യൂട്ടർ നോളജ്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ക്വസ്റ്റൻസ് വരാറുണ്ട്. സോ അതാണ് നമുക്ക് അവിടെ അഡീഷണൽ വരുന്ന കാര്യം. ഇനി ക്വസ്റ്റിന്റെ കൗണ്ടും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ സെക്ഷനിൽ നിന്നും 40 ക്വസ്റ്റൻ വെച്ചാണ് വരുന്നത്. 200 മാർക്കിലാണ് ചോദിക്കുന്നത്. ആൻഡ് അവിടെ 200 ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. മാർക്ക് വരുമ്പോഴത്തേനും നമുക്ക് 200 മാർക്കാണ് വരുന്നത്. പക്ഷെ അവിടെ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ നിങ്ങൾക്ക് മാർക്കിൽ കാണാൻ പറ്റും. ഇവിടെ 40 ക്വസ്റ്റൻ ആണെങ്കിലും 50 മാർക്കുണ്ട്. ഇവിടെ 40 ആണ്. ഇവിടെ 40 ആണെങ്കിലും പിന്നെ 50 ആണ്. പക്ഷെ അതേ എവിടെയെങ്കിലും ഈ ക്വസ്റ്റൻ അനുസരിച്ച് മാർക്ക് കൂടുന്നുണ്ടെങ്കിൽ ആ മാർക്ക് എവിടെയെങ്കിലും കുറയണമല്ലോ. അത് എവിടെ കുറയുന്നുണ്ട്, നമ്മുടെ ഇവിടെ അവസാനം കമ്പ്യൂട്ടർ വരുമ്പോൾ അത് കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 40 ക്വസ്റ്റൻ ഉണ്ടെങ്കിലും മാർക്ക് അത്രേ ഉള്ളൂ, അതിന്റെ പകുതി 20 മാർക്കേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഈവൻ കമ്പ്യൂട്ടർ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിലും നമുക്കവിടെ ഈ കമ്പ്യൂട്ടറിന്റെ മാർക്ക് എന്താണ് അത്രയും വരുന്നില്ല, നമുക്ക് മാർക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പം SBI ആണെങ്കിലും ഇനി നിങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി SBIയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് വരുന്ന ടൈമിലാണെങ്കിലും അയ്യോ ഇത്രയും സബ്ജക്റ്റ് ഉണ്ട്, എങ്ങനെ പഠിക്കണം, എങ്ങനെ തുടങ്ങണം, എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഇതിനുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സാമിന് എക്സൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യം കുറെ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പം സാറ് അടുത്തിടയ്ക്ക് ഒരു വെബിനാർ ഇനിയിപ്പോ കണ്ടക്ട് ചെയ്യുന്നില്ലേ? ഡിസംബർ 13th 8 PM ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വരാനിരിക്കുന്ന എക്സാംസിനെ കുറിച്ചുള്ള ഒരു വെബിനാർ അടുത്ത 2025 നമുക്ക് ഇതേ എക്സാംസ് ഒക്കെ വീണ്ടും വിളിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു നമ്മൾ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ 50,000 മേളിൽ വേക്കൻസീസ് ഉണ്ടായിരിക്കും എല്ലാം കൂടി കമ്പൈൻ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ ഇൻഷുറൻസ് സെക്ടറും വളരെയധികം ഫോക്കസ് കൂടി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് വളരെ ഈവൻ ഇൻഷുറൻസ് നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് എനിക്ക് തോന്നുന്നു ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് നോക്കാറില്ല. കാരണം സെയിം സിലബസ് ആണ്, സെയിം എക്സാം പാറ്റേൺ ആണ്, ഒന്നും അഡീഷണലി പഠിക്കാനില്ല, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈവൻ എനിക്ക് തോന്നുന്നു ചില നമ്മുടെ പല ഇൻഷുറൻസ് സെക്ടറിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ സാലറി വരുന്നത് ഇവിടുത്തെ പിഒയുടെ സാലറിനേക്കാളും കൂടുതലാണ്. നമ്മൾ നേരത്തെ അവിടെ 63,000 പറഞ്ഞു, പക്ഷെ പലതിനും സാലറി വരുന്നത് 70,000 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണ് ഇൻഷുറൻസ് സെക്ടറിൽ വരുന്നത്. അപ്പോൾ ബാങ്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് സെക്ടർ നോക്കാൻ ഈ ഒരു പറഞ്ഞ എക്സാംസിനെ കുറിച്ച് എല്ലാം നമ്മൾ ഈ പറഞ്ഞ ബാങ്കും ഇൻഷുറൻസും ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച് നമ്മളൊരു വെബിനാർ ചെയ്യുന്നുണ്ട്. വരുന്ന 13ാം തീയതി ഡിസംബർ 13th 8 PM ആണ്. സാർ തന്നെ ആയിരിക്കും എടുക്കുക. സാറിന് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്, ടീച്ചിങ് ഫീൽഡിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സാറിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ അടുത്ത വർഷം ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വെബിനാർ ഒട്ടും മിസ് ചെയ്യരുത്. ഇതൊരു ഫ്രീ വെബിനാർ ആയിരിക്കും. ഇതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ഡിസംബർ 13ാം തീയതി നിങ്ങളുടെ ഫോൺ, അതായത് വാട്സപ്പ് നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ സൂമിലായിരിക്കും വെബിനാർ കണ്ടക്ട് ചെയ്യുക. ആ സൂമിന്റെ ക്ലാസ് ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത് ത്രൂ ജോയിൻ ചെയ്ത് സാറ് കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു അടിപൊളി വെബിനാർ നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻസ് എക്സാം ആണ് SBIPയുടെ. രണ്ടും ഏകദേശം സിമിലർ തന്നെയാണ്. എന്നാലും ഒന്ന് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അതായത് റീസണിങ് ഉണ്ടാവും, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അത് ജസ്റ്റ് മാത്സ് തന്നെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് DIs ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ് ആയതുകൊണ്ടാണ് ആ ഒരു സെക്ഷന് DI എന്ന് പേര് കൊടുത്തേക്കുന്നത്. മെജോറിറ്റി DI ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ നമുക്ക് അവിടെ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു സെഷൻ അങ്ങനെ പേര് വന്നിരിക്കുന്നത്. പിന്നെ ജനറൽ ഇക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ്, അവിടെയും എനിക്ക് തോന്നുന്നു കറണ്ട് അഫയേഴ്സ് തന്നെയാണത്. മെയിൻസ് എക്സാമിന് പോകുന്നതിന് മുമ്പുള്ള പാസ്റ്റ് 6 monthsലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ആ കറണ്ട് അഫയേഴ്സിൽ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി RBI ഇൻ ദ ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ അതെല്ലാം കുറച്ച് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, ബാങ്കിങ് അവയർനെസ് ഇൻ കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണുള്ളത്. അപ്പം ഇതിൽ നിന്നിട്ട് എല്ലാം ഉള്ള ക്വസ്റ്റ്യൻസിന്റെ കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റീസണിങ് 40 ക്വസ്റ്റ്യൻ, DI 30 ക്വസ്റ്റ്യൻസ്, അവയർനെസ് 50 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് 35 ക്വസ്റ്റ്യൻ. അങ്ങനെ ആകെ മൊത്തം 185 ചോദ്യങ്ങളാണ്. അവിടെ ക്വസ്റ്റ്യന്റെ കൗണ്ട് കൂടുതലായിരുന്നു. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന്റെ കൗണ്ട് ആക്ച്വലി കൗണ്ട് കുറവാണ്. ഓൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷെ മാർക്ക് എന്ത് തന്നെ അതേ മാർക്കാണ്, സെയിം മാർക്ക് തന്നെയാണ്. പിന്നെ ഇതിനെല്ലാം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അതായത് റീസണിങ്ങിന്റെ സെക്ഷൻ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് ഏകദേശം 50 മിനിറ്റ് സമയമാണ് കിട്ടുന്നത്. ഓക്കെ, 50 മിനിറ്റ്സോളം ടൈം ഉണ്ട്. DI ചെയ്യാനാണെങ്കിൽ 45 മിനിറ്റ്സ് ടൈം ഉണ്ടാവും. അതുപോലെ കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ 45 മിനിറ്റ്സ് ടൈം, ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മിനിറ്റ്സ് ടൈം. അങ്ങനെ 3 മണിക്കൂറാണ് കിട്ടുന്നത്. പിന്നെ ഇതിനെല്ലാം സെക്ഷണൽ കട്ട് ഓഫും ഉണ്ട് ഈ എക്സാമിനേഷൻസിനെല്ലാം. ഓരോ സെക്ഷനിൽ നിന്നും മിനിമം ഭയങ്കര ചെറിയ മാർക്കാണ്. ലൈക്ക് 5 മാർക്സ്, 6 മാർക്സ്, 3 മാർക്ക്, ഈവൻ എനിക്കൊന്ന് 1 മാർക്ക് വരെ വന്നിട്ടുള്ള സമയമുണ്ട്.
അപ്പൊ ഒരു ലിമിറ്റഡ് ഇതുള്ള ഒരു സംഭവമാണ്. കട്ട് ഓഫ്സ് ഉണ്ട് ഇൻഡിവിജ്വൽ സെക്ഷനിൽ. 3 മണിക്കൂറാണ് പരീക്ഷ. ഇത് കൂടാതെ ഒരു ഡിസ്ക്രിപ്റ്റീവും കൂടെ ഉണ്ട്. അവിടെ നമ്മൾ കമ്പ്യൂട്ടർ എക്സ്ട്രാ ഉണ്ട് എന്ന് പറഞ്ഞതല്ലേ, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സ്ട്രാ ഉണ്ട്. അതൊരു എസ്സേയും ലെറ്ററും നിങ്ങൾ എഴുതുക. എനിക്ക് ഒരു 3-4 ടോപ്പിക്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അറിയാവുന്ന ഏത് ടോപ്പിക്കാണോ അത് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലെറ്ററും എസ്സേയും ഓൺലൈനായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുന്ന സംഭവം. ചിലർക്ക് ഡൗട്ട് ഉണ്ട്, ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ, അപ്പൊ അത് റിട്ടൺ ആണ് എന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. അത് ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണ്. അത് നമുക്കൊരു 30 മിനിറ്റ്സ് ടൈം കിട്ടുന്നുണ്ട്. അതിന്റെ അകത്ത് നമ്മളത് ടൈപ്പ് ചെയ്യണം. ആ ഒരു സംഭവം നമുക്ക് അവിടെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന്റെ ടോട്ടൽ മാർക്ക് അതിന് വരുന്നത് 50 ആണ്. 250 ആയിരിക്കും അങ്ങനെ ടോട്ടൽ മാർക്സ്. സോ ഇതാണ് SBI എക്സാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മെയിൻസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SBIക്ക് പിന്നെ ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ വരാറുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മെയിൻസ് എക്സാമിനേഷൻ പാറ്റേൺ ഓഫ് SBI. ഇനി നമുക്ക് കട്ട് ഓഫ് ഒന്ന് അനലൈസ് ചെയ്യാം. SBI POന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർ ഇത് പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണോ? പ്രിലിംസിന്റെ കട്ട് ഓഫ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ഇന്ത്യ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കട്ട് ഓഫ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് 100 59.25 ആണ് നമുക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ്. അതിന് മുമ്പ് 59.50 ആണ്. അതിന് മുമ്പ് 63 ആണ്. സോ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ, നമുക്കൊരു 55 to 65 എന്ന് നമുക്ക് പറയാൻ പറ്റും ക്ലിയർലി. ഈ കട്ട് ഓഫ് അങ്ങനെ മാറാറേ ഇല്ല. ഒരാള് 70 ടാർഗറ്റ് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. 100 out of 100 വാങ്ങാൻ നോക്കണ്ട. 100 out of 100 അത് നമ്മളെ ശരിക്കും ഇതില് എന്താ പറയാ, എങ്ങനെ എലിമിനേറ്റ് ചെയ്യാനാണ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്. മാത്രമല്ല ചുമ്മാ ഇപ്പൊ ക്ലർക്കൽ എക്സാം ആണെങ്കിൽ ഓക്കെ, ഇപ്പൊ RRB ക്ലർക്ക് ഒക്കെ ആണെങ്കിലും കട്ട് ഓഫ് അത്രയും കൂടുതലാണ്. മാത്രമല്ല എക്സാം ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് RRB ക്ലർക്ക്. അതിൽ RBI അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈസിലി അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിക്കും. ആൻഡ് ഇനി IBPS RRB POന്റെ കട്ട് ഓഫ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് സ്റ്റേറ്റ് വൈസ് ആണ് വരുന്നത്. ഈവൻ ഓഫീസർ ആണെങ്കിലും സ്റ്റേറ്റ് വൈസ് ആണ് വരുന്നത്. അപ്പൊ നമ്മള് കേരളം വെച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് തമിഴ്നാടും കർണാടക അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുകൂടി നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ കട്ട് ഓഫ് നോക്കി കഴിഞ്ഞാൽ നമുക്കത് കട്ട് ഓഫ് 48.75 ഉള്ളൂ. പക്ഷേ ഇത് ഔട്ട് ഓഫ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, 100-ലല്ല. ഇത് ഔട്ട് ഓഫ് എത്രയിലാണ്? 80-ലാണ്. ഔട്ട് ഓഫ് 80-ൽ 48.75, 58.25, 57.75 ഒക്കെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് 3-ലെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പെട്ടെന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരുപാട് പേര് തമിഴ്നാടും കർണാടകയും പോയി എഴുതുന്നതെന്ന് കാണാൻ പറ്റും. ഈവൻ ലാംഗ്വേജ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പോലും കട്ട് ഓഫ് വളരെ കുറവാണ്. കർണാടക നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 50, 60 ഒക്കെ വാങ്ങിക്കേണ്ട സ്ഥലത്ത് ഇവിടെ 35, 36, 44 ഒക്കെയാണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. സോ അത് വളരെ ക്ലിയർ ആണ് എന്തുകൊണ്ടാണ് ഒരുപാട് പേര് കർണാടക, തമിഴ്നാട് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് കന്നഡ അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഇപ്പോൾ എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ LPT വരുന്ന സമയത്ത് നിങ്ങൾ കന്നഡ എഴുതാൻ അറിയണം, വായിക്കാൻ അറിയണം, സംസാരിക്കാൻ അറിയണം. ആൻഡ് സംസാരിക്കാൻ അറിയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു ലോക്കൽ സ്ലാങ്ങിൽ കന്നഡ സംസാരം കേട്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകണം. കാരണം RRB എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെ ആ ഒരു ലോക്കൽ ഏരിയയിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടി വരാം. സാധാരണക്കാരായ ആൾക്കാരുടെ കൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റണം. അതാണ് ആ ഒരു LPTക്ക് അത്രയും ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. സോ ഇപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു RRB എന്താണ്, SBI എന്താന്നുള്ള കാര്യം അല്ലെ. പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏത് ഫോക്കസ് ചെയ്യാം, ആദ്യം ഏത് ഫോക്കസ് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ ഇനി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് SBI അപ്കമിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാറിന്റെ വെബിനാർ December 13-ാം തീയതി ഉണ്ട്. SBI നോട്ടമിട്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ഫ്രീ വെബിനാർ ആയതുകൊണ്ട് തന്നെ സാറിനോട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം, സംസാരിക്കാം. വെബിനാർ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, അതായത് 7736122215 നമ്മുടെ അക്കാഡമിക് എക്സ്പേർട്സിന്റെ നമ്പറാണ്. അവർക്ക് എക്സാമിനെ കുറിച്ചിട്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. ആൻഡ് നിങ്ങളെ റൈറ്റ് രീതിയിലായി അവർക്ക് മെന്റർ ചെയ്യാനും ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. So if you have any doubts, ഈ നമ്പറിൽ കണക്ട് ചെയ്യാൻ ഒട്ടും മറക്കണ്ട. So that's all. Thank you.